പണ്ടൊക്കെ എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് നടന്നത്. കയറാത്ത മരമില്ല, കുളിക്കാത്ത ചോലകളില്ല. ഇടയ്ക്ക് കൊമ്പും കുലുക്കി വരുന്ന കാട്ടിയെ തിരിച്ച് തല കുലുക്കി കാണിച്ച് ഓടിച്ചു വിടാറുണ്ടായിരുന്നു. വല്ലപ്പോഴും മുന്നിൽ വന്ന് ചാടുന്ന നരി തൊടാതെ വെറുതെ വിട്ടത് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് കാട് ഭയപ്പെടുത്തുന്നു. അതിൻ്റെ നിഗൂഢത വല്ലാതെ കൂടിയതുപോലെ. ചീരൻ തൊട്ടപ്പുറത്ത് എവിടെയോ ഉണ്ട്. ശതാവരിക്കിഴങ്ങ് തേടിപ്പോയതാണ്. അവനാണ് ആകെയുള്ള കൂടപ്പിറപ്പ്. എവിടെ പോയാലും വാല് പോലെ അവനും കാണും. ഈ ചെറുക്ക് ഇത് എങ്ങോട്ടാണ് പോയത്? ചിണ്ടൻ ചുറ്റും നോക്കി. ഒറ്റ നോട്ടത്തിൽ അടുത്തെങ്ങുമില്ല. പെട്ടെന്ന് അയാളുടെ കാതുകൾ ഉയർന്നു, കണ്ണുകൾ വിടർന്നു, മനസ്സ് ജാഗരൂകമായി. അരയിലെ കെട്ടിൽ തൂക്കിയിട്ടിരുന്ന ചുരികയിൽ കൈകൾ അമർന്നു. ഒരു ഞാണിൻ്റെ മൂളക്കം ചെവിയിൽ തുളച്ചു കയറി. ഭയം അയാളുടെ മുഖത്ത് തെളിഞ്ഞു. തോൽക്കരുത്, തോൽക്കരുത്, അയാൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു. കാട്ടുവള്ളികൾക്കിടയിലൂടെ കൊടികെട്ടിയ ഒരമ്പ് ചീറിപ്പാഞ്ഞു വന്നു. ചീരൻ്റെ നിലവിളി ഉയർന്നു. കഴുത്തിൽ തറച്ച അമ്പ് ഊരാൻ അവൻ്റെ കൈകൾ ഉയർന്നു. പക്ഷെ അടുത്ത അമ്പ് അത് മുതുകിലാണ് തറച്ചത്. ചീരൻ നിലത്ത് വീണ് പിടഞ്ഞു. ഈ സമയം ചിണ്ടൻ ഓടുകയായിരുന്നു, തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടം. അയാളുടെ തലക്കെട്ടിൽ ഉരസിക്കൊണ്ട് ഒരമ്പ് മുന്നോട്ട് പോയി മരത്തിൽ തറച്ചു. ആവുന്നത്ര വേഗത്തിൽ അയാൾ ഓടി. മരണഭയത്തേക്കാൾ വലുതായൊന്നും ഭൂമുഖത്തില്ലല്ലോ.